ഞാൻ പലതരത്തിലുള്ള പല മോഡൽ ഫാനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നോയ്സ് കുറഞ്ഞ ഫാനാണിത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം ഈ ഫാൻ ഇട്ടുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നോയ്സ് ഉണ്ട്. നിങ്ങൾ ഇപ്പോഴും ആ പണ്ടുള്ള നോർമൽ ടൈപ്പ് ഫാനും കെട്ടിപ്പിടിച്ചിരുന്നോ? സത്യം പറഞ്ഞാൽ അതൊക്കെ എപ്പോഴോ മാറ്റാനായി. പിന്നെ ഇപ്പോഴും അതിൽ നല്ല ഉഷാറായിട്ട് കാറ്റൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നീ അങ്ങോട്ട് മാറ്റാൻ പറയാ എന്നായിരിക്കും. ഇതാണ് കുഴപ്പം. ഫാനിൽ നിന്ന് കാറ്റ് മാത്രമല്ല നോക്കേണ്ടത്, വേറെ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഫാന് യൂസ് ചെയ്യേയില്ല. ഇപ്പൊ ഈ ആറ്റംബർഗിന്റെ എയറിസ് കോണ്ടോർ BLDC സീലിംഗ് ഫാൻ തന്നെ നോക്കിക്കേ. ഇൻബിൽഡ് ലൈറ്റ്, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെന്റ്, സ്പീഡ് ഇൻഡിക്കേറ്റർ, വളരെ കുറഞ്ഞ നോയ്സ്, സ്ലീക്ക് ഡിസൈന്, റിമോട്ട്, മൊബൈൽ ആപ്പ്, വോയിസ് കമാൻഡ്, ഇതുവഴി എല്ലാം ലോകത്ത് എവിടെ നിന്നും കൺട്രോൾ ചെയ്യാം. ഇങ്ങനെ തുടങ്ങി ടൈമർ, സ്ലീപ്പിംഗ് മോഡ്, പെർഫോമൻസ് ഡീറ്റെയിൽസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതൊക്കെ കേട്ടപ്പോ തന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ താല്പര്യമില്ലേ? കാണിച്ചു തരാം, വാ. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊരു ബോക്സിലായിരിക്കും നമുക്ക് ലഭിക്കുക. സാധാരണ ആറ്റംബർഗ് ഫാനൊക്കെ വരുന്ന അതേ സെയിം ബോക്സിൽ തന്നെയാണ്. ഇത് എയറിസ് കോണ്ടോർ എന്ന മോഡലാണ്. ഇതിന്റെ തന്നെ എയറിസ് സ്റ്റാർ ലൈറ്റ്, എയറിസ് എന്ന മോഡലുകളൊക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ ഡിസൈൻ ആണ്. ഇതിൽ വരുന്ന ലൈറ്റിനും മാറ്റമുണ്ട്. മറ്റു മോഡൽസിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കുക. എന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ബോക്സിനുള്ളിലായിട്ട് 1200 mm വരുന്ന ഒരു ബ്ലേഡ് സെറ്റ്, ഒരു റിമോട്ട്, 2 കനോപ്പീസ്, ഒരു ഡൗൺ റോഡ്, ഒരു ഷക്കൽ കിറ്റ്, യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്, പിന്നെ മെയിൻ BLDC മോട്ടറും. ഇത്രയും സംഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഈ ഫാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി ഫിറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ആളെ വിളിക്കണമല്ലോ, അതിന് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിന്റെ മുകളിലൊക്കെ കയറിയിട്ട് കഷ്ടപ്പെടാനല്ലോ, അങ്ങനെയുള്ള തകല പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നെങ്കിൽ ഇവര് തന്നെ ഫ്രീ ഇൻസ്റ്റാളേഷൻ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഈ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡേറ്റിന് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്താൽ ഇവരുടെ എക്സിക്യൂട്ടീവ് വന്നിട്ട് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്ത് തരും, അതും ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ. നോർമൽ ഫാൻ എങ്ങനെയാണോ ഫിറ്റ് ചെയ്യാറ് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒരു അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതൊരു നോർമൽ ഫാൻ അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം സ്മാർട്ട് ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഈ ഫാനിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വൈറ്റ് കളർ LED ലൈറ്റ് തന്നിട്ടുണ്ട്. ഈ ലൈറ്റ് റിമോട്ടിലൂടെ ഓൺ ഓഫ് ചെയ്യാം. 2 ലെവൽ വരെ ബ്രൈറ്റ്നസ് ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാതെ മൊബൈലിലൂടെ ഇതുപോലെ ഓൺ ഓഫ് ചെയ്യാം. പല ലെവലിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ലൈറ്റ് ഈ ഫാൻ സ്പീഡ് അറിയാനുള്ള ഇൻഡിക്കേറ്ററും കൂടെയാണ്. എത്ര സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇത് നോക്കി മനസ്സിലാക്കാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് മൊബൈലിലൂടെ ഈ ഫാൻ കൺട്രോൾ ചെയ്യണം. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഇല്ല, ഇന്റർനെറ്റോ അങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ബ്ലൂടൂത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അതും ആപ്പ് ത്രൂ. അങ്ങനെ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫാനും കൂടിയാണിത്. ഇനി ആറ്റംബർഗ് ഹോം ആപ്പിലൂടെ ഇതുപോലെ ഫാൻ ഓഫ് ഓണ്, സ്പീഡ് അപ്പ് ആൻഡ് ഡൗൺ, ടൈമർ, LED ലൈറ്റ് ഓഫ് ഓണ്, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെന്റ്, സ്ലീപ്പ് മോഡ്, ഇങ്ങനെ പല രീതിയിൽ കൺട്രോൾ ചെയ്യും. ഈ ആപ്പിൽ തന്നെ വോയിസ് കമാൻഡ് ചെയ്തും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ടേൺ ഓൺ റൂം ഫാൻ, സെറ്റ് സ്പീഡ് ടു ബൂസ്റ്റ്, enable light. ഇത് മാത്രമല്ലാതെ ആപ്പിലൂടെ ഈ ഫാനിന്റെ എല്ലാ പെർഫോമൻസ് ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ഇലക്ട്രിസിറ്റി ബില്ല് എത്രത്തോളം ലാഭിച്ചു, CO2 സേവ് ചെയ്തത്, എനർജി യൂസ്ഡ്, എത്രത്തോളം ഈ ഫാൻ റൺ ചെയ്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ കറക്റ്റ് ആയിട്ട് അറിയാം. മൊത്തത്തിൽ ഈ ആപ്പിന്റെ ഇന്റർഫേസ് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ്. മാത്രമല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ആപ്പ് iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും അല്ലാതെ ഈ ഫാൻ അലക്സ, ഗൂഗിൾ ഹോം ഇതെല്ലാം കണക്ട് ചെയ്ത് വോയിസ് കമാൻഡിലൂടെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തരാം. അലക്സ, ടേൺ ഓൺ ഫാൻ, ടേൺ ഓൺ ഫാൻ ലൈറ്റ്, ഫാൻ സ്പീഡ് 3. ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ റിമോട്ടും വേണ്ട, സ്മാർട്ട് ഫോണും വേണ്ട, ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞാൽ മതി. സോ സിമ്പിൾ. ഇപ്പൊ ഈ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ കൂടെ കിട്ടുന്ന ഈ റിമോട്ടിലൂടെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോക്കൽ ലുക്ക് ഒന്നല്ല ഈ റിമോട്ട് വരുന്നത്, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലുക്കിലും കൂടെയാണ്. ഇനി ഈ ഫാനിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഹൈയസ്റ്റ് എയർ ഡെലിവറി ഉള്ള സൈലന്റ് ഫാൻ ആണിത്. അത്യാവശ്യം ഇലക്ട്രിസിറ്റി ലാഭിക്കുന്ന 5 സ്റ്റാർ റേറ്റഡ് ആയുള്ള പവർഫുൾ BLDC മോട്ടറാണ് ഇതിലുള്ളത്. നല്ലൊരു സ്ലീക്ക് ഡിസൈനിൽ ABS മെറ്റീരിയൽ ബോഡിയാണ്. മാത്രമല്ല ഇതിന് നല്ല രീതിയിൽ നോയ്സും കുറവാണ്. വെറും 50 ഡെസിബിൾസ് സൗണ്ട് മാത്രമാണ് വരുന്നത്. നോർമൽ ഫാൻ ഒക്കെ ആണെങ്കിൽ അറിയാലോ, അതിന്റെ താഴെ നിന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പോസിബിളേ അല്ല. ഞാനിപ്പോ ഇതിന്റെ താഴെ നിന്നിട്ട് ഇതാ 4 സ്പീഡിലാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നോയ്സ് ഉണ്ട് നോക്കിയേ, വളരെ കുറവാണ്. ഇനിയിപ്പോ ഞാൻ ഏറ്റവും ടോപ്പിൽ ഇടുകയാണ്.
കണ്ടോ, ഇതാണ് ഇതിന്റെ സൗണ്ട് വരുന്നത്. നിങ്ങൾ നോർമൽ ഫാൻ ആയിട്ട് ഒന്ന് കമ്പയർ നോക്കുകയാണെങ്കിൽ എത്രയോ ബെറ്റർ ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഒരു കൂളായിട്ടുള്ളൊരു സൗണ്ടാണ്, അല്ലാതെ ഓവറായിട്ടൊരു ഡിസ്റ്റർബിങ് ആകുന്ന തരത്തിലോ നമ്മൾ ഉറക്കം കിടക്കുന്ന രീതിയിലൊന്നും ഇതിന്റെ സൗണ്ട് വരുന്നില്ല. 300 RPM 250 ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ് ഹൈ എയർ ഡെലിവറി ആണ് കിട്ടുന്നത്. ഞാൻ വാങ്ങിച്ച റിജന്റ് ഗ്രേ കളറാണ്. ഇതിൽ തന്നെ മാർബിൾ വൈറ്റ്, മിഡ് നൈറ്റ് ബ്ലാക്ക് ഇങ്ങനെയുള്ള കളേഴ്സും അവൈലബിൾ ആണ്. കണ്ടല്ലോ, നോർമൽ ഫാനെ വെച്ച് നോക്കുമ്പോൾ റിംഗ് ഷേപ്പിൽ അണ്ടർലൈറ്റ് ഒക്കെ വരുന്ന രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ഇത് വരുന്നത്. നോർമൽ ഫാന്റെ അവസ്ഥ അറിയാലോ, ഇൻവേർട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി ഡിസ്റ്റർബിങ് സൗണ്ടും ആയിരിക്കും, പ്രോപ്പർ വർക്കും ചെയ്യില്ല. 5 സ്പീഡ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതിന് പുറമെ ബൂസ്റ്റ് മോഡൽ ഇട്ടാൽ മാക്സിമം പവറിൽ ഇത് വർക്ക് ചെയ്യും. പിന്നെ ഈ ഒരു ഫാന് 3 years ഓൺ സൈറ്റ് വാറണ്ടിയും പാൻ ഇന്ത്യ സർവീസും ഇവർക്കുണ്ട്. ഇവരുടെ സർവീസിന്റെ കാര്യത്തിൽ പേഴ്സണലി ഞാൻ പക്കാ സാറ്റിസ്ഫൈഡ് ആണ്. 4 വർഷമായിട്ട് ആറ്റംബർഗിന്റെ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു 4 വർഷം മുന്നൊക്കെ ഞാൻ ഇവരുടെ ഫാൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്റ്റിൽ ഞാൻ അത് എപ്പോഴും എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് 1-2 തവണ ഒക്കെ സർവീസും വന്നിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ആയിട്ടാണ് ഇവർ ചെയ്തു തന്നിട്ടുള്ളത്. ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ, പക്കാ സർവീസ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഫാദറിന്റെ ഇതിൽ നിന്നാണ് ഞാൻ വാറണ്ടി കാര്യങ്ങൾ ക്ലെയിം ചെയ്തിരുന്നത്. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ വന്നിട്ട് തന്നെയാണ് സർവീസ് ചെയ്ത് തന്നിട്ടുള്ളത്, അല്ലാതെ സ്പെഷ്യൽ കെയർ ഒന്നും അല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നോർമൽ ഫാനും ഈ സ്മാർട്ട് ഫാനും എത്രത്തോളം ദൂരമാണെന്നുള്ളത്. വെറുതെ ഒരു ഫാൻ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കാറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് പലപ്പോഴും നമ്മൾ നോർമൽ ഫാൻസ് ഒക്കെ വാങ്ങുമ്പോൾ അതിൽ നിന്ന് വരുന്ന നോയ്സ് അത് നമുക്ക് ഇതുപോലുള്ള സ്മാർട്ട് ഫാനുകൾ ഇല്ലാതാക്കുന്നുണ്ട്. മാത്രമല്ല കൺട്രോളിങ്, ഈ റിമോട്ടും തപ്പി അവിടെ ഇവിടെയൊക്കെ നടക്കണം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഈ മൊബൈൽ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി അഥവാ അങ്ങനെ ഓഫ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ലോകത്ത് എവിടെ നിന്നുകൊണ്ടും നമുക്ക് ഓഫും ഓണും ചെയ്യാൻ പറ്റും. ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. വോയിസ് രീതിയിൽ നമുക്ക് കമാൻഡ് ചെയ്ത് ഓഫും ഓണും ചെയ്യാം. ഒന്നും നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതിനൊക്കെ പുറമെ കറണ്ടും ലാഭിക്കാം. എൻ്റെ വീട്ടിൽ പലതരത്തിലുള്ള പല മോഡൽ ഫാനുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ യൂസ് ചെയ്തതിൽ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരു ഫാനാണ് ഈ ഫാൻ. അപ്പോൾ മറ്റ് ഡീറ്റെയിൽസ് ആൻഡ് പ്രൈസ് ഒക്കെ അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറി നോക്കിയാൽ മതി. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളൂ, നിങ്ങൾ നിലവിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാൻ ഏതാണെന്നുള്ളൂ, BLDC ഫാൻസ് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത്. അത് മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ കുറച്ചുകൂടെ ഉപകാരമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.